ഹലോ ഗൈസ്, ഈ ചൂടുള്ള ചോറ് കണ്ടിട്ട് ആരും ഒന്നും കൂടുതലായിട്ടൊന്നും ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചോറുണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല, ഇത് കൂടുതലും പ്രവാസികളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും കയറി വാ. വെൽക്കം ടു മലബാരി ഹബ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ഗ്ലാസ് അരി മാറ്റി വെച്ചിട്ടുണ്ട്. അരി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം ഫസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തേക്ക് ഒരു ഗ്ലാസ് അരി ഇട്ടിരിക്കുകയാണ്. പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അരി 2-3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കളറും അതിൽ വല്ല പ്രാണികളുണ്ടെങ്കിൽ അതൊക്കെ പോവുള്ളൂ, അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുള്ളൂ. മട്ടേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ പല കളറിലും ചിലപ്പോൾ കാണാൻ പറ്റും. ചുവന്ന കളറിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച അരി ആയിരിക്കില്ല നമുക്ക് കഴുകി കഴിഞ്ഞാൽ കിട്ടുക. അങ്ങനത്തെ പല അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അരി കഴുകുമ്പോൾ. അപ്പോൾ അരി നന്നായിട്ട് കഴുകുക, അതിന് ശേഷം മാത്രമേ കുക്കിങ്ങിനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ കുക്കറും വെള്ളം എല്ലാ സാധനങ്ങളും റെഡിയാണ്. നമുക്ക് അരി അതിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞ അളവ് തെറ്റരുത്. അളവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഞ്ഞിയിട്ട് കുടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം കേട്ടോ. അരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നല്ല രീതിയിൽ അടപ്പൊക്കെ കറക്റ്റായിട്ട് അടഞ്ഞോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. കാരണം കുക്കർ പൊട്ടിയിട്ട് തന്നെ പലയിടത്തും പല ആക്സിഡൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ അടുപ്പ് കത്തിച്ചു. പിന്നെ എന്തായാലും ഒരു ഏറിപ്പോയ ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യം വരുള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തിട്ടും ഇതെല്ലാം. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 3 വിസിലാണ് നമുക്ക് അടുപ്പിക്കാൻ പോകുന്നത്. ഈ 3 വിസിലിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കഞ്ഞിയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുപ്പത്ത് കുക്കർ വെച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയിരിക്കരുത്. ഒരു കണ്ണെപ്പോഴും ഇതിലോട്ട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയും ചമ്മന്തിയായിട്ട് കുടിക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനതിൽ കൂടുതൽ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കറക്റ്റ് ടൈമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ വിസിലടിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ടില്ലേ അപ്പം അതൊക്കെ വരുന്ന ഇതാണ് സാധനം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. 3 വിസിലാണ് വേണ്ടത്. ഇനി 2 വിസിലും കൂടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്ത വിസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇത് വന്നിരിക്കുന്നു. 2ാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വിസിലാണ് ഇത്. ലാസ്റ്റ് വിസിലും അടിച്ചു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കണത്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ചോറ് കറക്റ്റ് വേവിലാണോ വന്നതെന്ന് കണ്ടില്ലേ. കറക്റ്റ് നല്ല പൂ പോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ എന്തായാലും വിളമ്പി വെക്കാം. ഞങ്ങൾ 2 പേര് കൂടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ 2 പ്ലേറ്റ് വെക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും കൺഫ്യൂഷൻ ആവണ്ട. അതല്ലേ, ചോറൊക്കെ നല്ല അടിപൊളി, അധികം എന്തായിട്ടില്ല, ഉടഞ്ഞിട്ടില്ല, നല്ല കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഞാൻ അതിലേക്ക് ഞങ്ങൾക്കൊന്ന് പരിപ്പ് കറി ഉണ്ടാകും. പരിപ്പ് കറി ചോറ് ഒരു 1.5 കോമ്പിനേഷനാണ്. അതേപോലെ അതിലേക്കൊരു ഓംപ്ലേറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കായിട്ട് ആരും കൊതി വെക്കരുത് കേട്ടോ.
അപ്പോൾ സംഭവം കഴിച്ച് കഴിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള വന്നിട്ട് വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക.